എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാരാഹി അമ്മയുടെ ഒരു പുതിയ മന്ത്രവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. അതുകൂടാതെ ഒരുപാട് പേരുടെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിക്ക് പോലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതമാണ്. അതായത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് വാരാഹി ദേവിയുടെ ശക്തി, വാരാഹി ദേവിയുടെ ബ്ലെസ്സിങ്സ് അത്ര വേഗത്തിലാണ് കിട്ടുന്നതെന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടി. ഒരു അനുഭവം ഇല്ലാത്ത ആളുകൾ ഒരിക്കലും ഇങ്ങനെ മോശമായ അല്ലെങ്കിൽ ലൈക്ക് മോശമായ കമൻറ്റ് എഴുതുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് എങ്ങനെയും മാക്സിമം നമ്മുടെ ചാനൽ ഫ്ലോപ്പ് ആക്കുക എന്നുള്ളവർക്കെല്ലാം കൂടി ഒരു ഉദാഹരണമാണ് ഈ കമൻറ്റ്സ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് തന്നെയായാലും ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയണം എന്ന് എനിക്കറിയത്തില്ല. കാര്യം അവർ എന്താ പറയുക, വാരാഹി ദേവിയുടെ അത്രയും ഭക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. വാരാഹി ദേവി അത്രയും വിശ്വസിച്ച് അവരെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ശരിക്കും സന്തോഷമുണ്ട്. എല്ലാവരും അങ്ങനെ നന്നായിക്കോട്ടെ. അപ്പോൾ മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവർക്കും പ്രാർത്ഥിക്കാനും അതുപോലെ വാരാഹി ദേവി ആരാണ് എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടാനും സാധിക്കുകയുള്ളൂ. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. സൈഡിലത്തെ ബെല്ലൈക്കൺ ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ ചെയ്യുക. ഇതിനകത്ത് കൂടുതലും നോൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നോൺ സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇന്ന് ഞാൻ ഒരു അത്ഭുതകരമായ ഒരു മന്ത്രമാണ്, വാരാഹി ദേവിയുടെ ഒരു മന്ത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് വാരാഹി ദേവിയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ വാരാഹി ദേവി ഇത്രയും ശക്തിയായത് എന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ആയിട്ടുള്ള ഒരു ആൻസറുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതിനൊക്കെ ഉദാഹരണം എന്ന് പറയുന്നത്, ഈ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഈ ചാനലിൽ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ അനുഭവം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഗ്രഹം ദേവിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അത്രയും ശക്തമാണ് വാരാഹി ദേവി. വരാഹ രൂപം കൊണ്ട ദേവിയുടെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും പവർഫുള്ളാണ്. മാക്സിമം നമ്മൾ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എൻ്റെ കാര്യം എന്തുകൊണ്ട് നടന്നു കിട്ടുന്നില്ല, ഞാൻ മരണത്തിൻ്റെ വക്കിലാണ്. നമ്മളുടെ ഏതൊരവസ്ഥയായാലും ആ ഒരു അവസ്ഥയിൽ നിന്നും തരണം ചെയ്യുക എന്നാണ് നമ്മളുടെ ആ ഒരു രീതി എന്ന് പറയുന്നത്. നമ്മളെ കാത്ത് ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്, അല്ലേ? നമ്മൾ രക്ഷപ്പെട്ടാൽ ചിലപ്പോൾ അവർ രക്ഷപ്പെടുള്ളൂ എന്നുള്ള സാഹചര്യം വരുന്ന ആളുകളുമുണ്ട്. അവരെയൊക്കെ ബാധിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ഓരോ കമൻസ്. നോക്കിക്കേ, അവർ വാരാഹി ദേവിയുടെ വിശ്വാസം മുറുകാതെ, ലൈക്ക് വിശ്വാസം എന്ന് പറയുന്നത് കൈവിടിയാതെ അത്രയും വാരാഹി ദേവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചവരാണ് ഈ കമൻറ്റ് ചെയ്തവരെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് ആ ബ്ലെസ്സിങ്സ് കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ, അല്ലേ? പ്രത്യേക പൂജകളോ നിഷ്ഠകളോ ഒന്നും തന്നെ വേണ്ട വാരാഹി ദേവിക്ക്. നിങ്ങളൊരു 5 മിനിറ്റ് ദിവസവും ഒരു 5 മിനിറ്റ് നിങ്ങൾ വാരാഹി ദേവിക്ക് വേണ്ടി മാറ്റി വെച്ച് നോക്കൂ. നിങ്ങളുടെ ലൈഫ് തന്നെ മാറി എന്ന് വേണം പറയാൻ. അത്രയും പവർഫുള്ളാണ് വാരാഹി ദേവി എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിക്കും എന്നുള്ളത് ഡൗട്ടുണ്ട്. അത്രയും പവർഫുള്ളാണ്. ഈ ചാനലിൻ്റെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ പോലും എനിക്ക് പ്രത്യേക ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വാരാഹി ദേവി എല്ലാവരും അറിയണം. എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വേഗം സാധിച്ചു കിട്ടണം എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പേരും നാളും അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യവും മെൻഷൻ ചെയ്ത കമൻറ്റ് നിങ്ങൾ ഈ ഒരു ചാനലിൽ, ലൈക്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെയും പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വാരാഹി ദേവിയെ ആരാധിക്കുക. ദിവസവും ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനോ ആയിട്ട് കിട്ടും. ആ ഒരു ടൈം മതിയാവും വാരാഹി ദേവിയുടെ മന്ത്രം ചൊല്ലാനായിട്ട്. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തു, പീരീഡ്സ് ആകുമ്പോൾ ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിന് പ്രോബ്ലം ഉണ്ടോ? യാതൊരു പ്രോബ്ലവുമില്ല. നിങ്ങൾക്ക് പീരീഡ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ശുദ്ധി വരുത്തിയ ശേഷം
നിങ്ങൾക്ക് ധ്യാനിക്കാവുന്നതാണ്. പൂജകളിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ പോവില്ല ആ ഒരു ടൈമിൽ. പക്ഷെ നമുക്ക് ധ്യാനിക്കാം, അതിന് പ്രശ്നമില്ല. പൂജകൾ ചെയ്യാൻ പാടില്ല, അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന പോലെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ നിങ്ങൾക്ക് ധ്യാനിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. വരാഹരൂപം പൂണ്ട ദേവിക്ക് വളരെ ശക്തി കൂടുതലാണ്. നമ്മളൊന്ന് കണ്ണു തുറക്കും മുന്നേ നമ്മുടെ കാര്യം സാധിച്ചു കിട്ടും. അത്ര ശരവേഗത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുക. വളരെ പവർഫുള്ളായിട്ടുള്ള ദേവിയുടെ വിശ്വാസം, ദേവിയോടുള്ള ഒരു വിശ്വാസം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മുടെ തിരുവനന്തപുരത്ത് പേട്ട എന്ന സ്ഥലത്ത് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നവർ ഇഷ്ടംപോലെ പേരുണ്ട്. ഡെയിലി ഓരോ ആളുകൾ അറിഞ്ഞും വരുന്നുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചമി തിഥിയിൽ വളരെ ദിനമാണ് വാരാഹി ദേവിക്ക്. അന്ന് ഭയങ്കര തരത്തിലുള്ള പൂജകളും. അവിടെ നാളികേരത്തിൽ തിരി തെളിയിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 5 തിരി തെളിയിച്ചിട്ടുള്ള ഒരു നേർച്ചയുണ്ട്. 2 ദേവിമാരാണ് അവിടെ പ്രതിഷ്ഠ, ദുർഗാദേവിയും വാരാഹി ദേവി. 2 ദേവിക്കും ഒരുപോലെയാണ് ആ ഒരു നമ്മൾ ലൈക്ക് നാളികേരത്തിൽ നമ്മൾ ആ തിരി തെളിയിക്കുന്നത്. പൂജയ്ക്ക് നമ്മൾ ലൈക്ക് വഴിപാട് ചെയ്യുമ്പോഴും നമുക്കതങ്ങനെ അവർ ചെയ്തു തരിക. ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. ആ തിരി തെളിയിച്ച് നമ്മൾ ആ വരാഹി ദേവിയുടെ പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്ന് നമ്മളൊരു ആഗ്രഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാധിച്ചു കിട്ടുമെന്ന് പറയുന്നത്. അതുപോലെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വരാഹി ദേവിയുടെ അമ്പലത്തിൽ പോയാൽ മാത്രമേ നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. മാക്സിമം നമുക്ക് ആ ഒരു വിശ്വാസം അതാണ് വേണ്ടത്. വിശ്വാസമില്ലാതെ നമ്മളൊരു കാര്യത്തിൽ ചെന്ന് പെട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഏതൊരു സിറ്റുവേഷനും നമ്മളെ തരണം ചെയ്യണം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ വളരെ വിഷമമുള്ളതും അതുപോലെ തന്നെ സന്തോഷമുള്ളതും രണ്ടും കലർന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ചിലർക്കൊന്നും പറയാൻ പറ്റില്ല. 2-3 പേരെ കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, ആവശ്യം പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മോശപ്പെട്ട സിറ്റുവേഷനാണ്. അപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്രയും ഭയാനകമായിരിക്കാം. ഒരിക്കലും സൂയിസൈഡ് എന്നുള്ള ചിന്താഗതിയിലേക്ക് ഒരിക്കലും പോകരുത്. നമ്മുടെ സിറ്റുവേഷൻ ഏത് രീതിയിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മാക്സിമം ദൈവത്തെ ചേർത്ത് പിടിക്കുക. വാരാഹി ദേവി ഉറപ്പായിട്ട് നിങ്ങളെ രക്ഷിക്കും. 5 മിനിറ്റ് ദേവിക്ക് വേണ്ടി മാറ്റിവെക്കും. ആ ഒരു ചിന്ത എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാശം വരുത്തും. അതുകൊണ്ട് സൂയിസൈഡ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അത്ര നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. എത്രയോ പേര് നമ്മുടെ ഈ ലോകത്ത് ദിനം പ്രതി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ സൂയിസൈഡ് എന്ന് പറയുന്ന കാര്യങ്ങളും ലൈക്ക് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതൊന്നും അത്ര നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരിക്കലും അങ്ങനെയൊരു ചിന്ത വരരുത്. നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെയും നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ ഭർത്താവിനെയും ഒക്കെ ആലോചിക്കുക ആ സമയത്ത്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അതുപോലെ തന്നെ തിരിച്ചും അവരുടെയൊക്കെ പ്രതീക്ഷ നമ്മളിലായിരിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ മാക്സിമം വാരാഹി ദേവിയെ ആരാധിക്കുക, എല്ലാം നല്ല രീതിയിൽ വരും. അപ്പോൾ ഇന്നത്തെ ഏതാണ് മന്ത്രജപം എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം, എല്ലാവരും കൂടെ ജപിക്കുക കേട്ടോ. ഓം ശംഖിന്യൈ നമഃ, 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 ഓം ശംഖിന്യൈ നമഃ,
ഓം ശംഖിന്യൈ നമഃ. 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 ഓം ശംഖിന്യൈ നമഃ.
ॐ शङ्खिन्यै नमः। 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 ॐ शङ्खिन्यै नमः।